ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ ലൈംഗികതയോട് ബന്ധപ്പെട്ടിട്ടുള്ള മാനസിക രോഗങ്ങളെക്കുറിച്ചാണ്. അതും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ എതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് പ്രായപൂർത്തിയാകാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് നിർത്തിയിട്ട് പോകണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ആരോപണം വന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് അദ്ദേഹത്തെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ കെട്ടിച്ചമച്ച ഒരു ആരോപണമായിരിക്കും എന്നായിരുന്നു. കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തപ്പോഴാണ് ഇതിലെന്തോ കഴമ്പൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. അപ്പോഴും അയാളുടെ പ്രതിഭ കണ്ടിട്ട് അയാളെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് എതിരാളികൾ കെട്ടിച്ചമച്ച ആരോപണം, അല്ലെങ്കിൽ ചെറിയ ഒരു കാര്യത്തെ വലുതാക്കി പെരുപ്പിച്ച് കാണിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നത്. കാരണം നമുക്കങ്ങനെ വിചാരിക്കുന്നതായിരുന്നു ഇഷ്ടം. നമ്മുടെയൊക്കെ ഒരു കണക്കൂട്ടൽ പ്രകാരം വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു അയാൾ. പക്ഷേ ഇപ്പം ലേറ്റസ്റ്റായിട്ട് വന്നേക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെ അനുസരിച്ചിട്ട് ഇയാൾ ഒരു മാനസിക വൈകൃതത്തിന് അടിമയായിട്ടാണെന്ന് മനസ്സിലാവുന്നത്. മാനസിക വൈകൃതം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പെൺകുട്ടികളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ട് അയാൾ ആദ്യം വിവാഹ വാഗ്ദാനം കൊടുക്കുന്നു എന്നാണ്. ഒന്ന് ഗർഭിണിയാകണം. അപ്പം അതൊരു മാനസിക രോഗമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഇത്തരം ബന്ധങ്ങളിലൊക്കെ, അവിഹിത ബന്ധങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും കോണ്ടം ഉപയോഗിച്ചുകൂടെ എന്ന് ഈ പെൺകുട്ടികൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അപ്പോൾ തികച്ചും സ്വാഭാവികമായിട്ടുള്ള ഒരു അനുഭവം ലഭിക്കത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കോണ്ടം ഇല്ലാതെ ബന്ധപ്പെടണം. അപ്പോൾ നീ ഒന്ന് ഗർഭിണിയായി കിട്ടിയാൽ എനിക്ക് എൻ്റെ വീട്ടിൽ അവതരിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർ ഏഴയില തടിപ്പിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അതായിരിക്കണം അതിനുള്ള ഒരു പ്രധാന കാരണം. പക്ഷെ അത് അവിടെ കൊണ്ട് നിൽക്കുന്നില്ലല്ലോ. ഈ പെൺകുട്ടികളെ, തനിക്ക് വശംവദരാകുന്ന ഈ പെൺകുട്ടികളെ കടിച്ച് മുറിക്കുക എന്നൊക്കെയാണ് ഇപ്പം വാർത്തകളിലൂടെ മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ലൈംഗിക മനോവൈകൃതമാണ്. മാത്രമല്ല പുരുഷന്മാരോടും. അപ്പോൾ ബൈസെക്ഷനാണെന്നൊക്കെ പറയുന്നു. അപ്പം പിന്നെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ട്രീറ്റ്മെൻറ്റ് നൽകേണ്ടുന്ന ഒരു ലൈംഗിക മനോവൈകൃതമാണ്. പണ്ട് എറണാകുളത്തേക്ക് തൃശ്ശൂരിൽ നിന്ന് പോകുന്ന ഒരു ബസ്സിൽ ഒരു ചെറുപ്പക്കാരന് നേരെ ഒരു പെൺകുട്ടി ഒരു ആരോപണം ഉന്നയിക്കുക. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോഴും ഞാനത് വിശ്വസിച്ചിട്ടില്ല ആ സമയത്ത്, ആദ്യം ആ വീഡിയോ വന്നപ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി പറയുന്നത് പ്രകാരം പെൺകുട്ടി ആ വീഡിയോയിൽ ചോദിക്കുന്നത് ക്യാൻ യു സ്റ്റോപ്പ് ഡൂയിങ് ദിസ് എന്നാണ്. അപ്പോൾ ആ വീഡിയോയിൽ പിന്നെ കാണുന്നത് അയാൾ എന്തോ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുള്ളതാണ് എന്താ എന്നിങ്ങനെ പതിച്ച് ചോദിക്കുന്നതും പിന്നീട് പെട്ടെന്ന് അയാൾ ചാടി എണ്ണീറ്റ് ഓടുന്നതൊക്കെയാണല്ലോ. അപ്പോൾ ഈ പെൺകുട്ടി ക്യാൻ യു സ്റ്റോപ്പ് ഡൂയിങ് ദിസ് എന്ന് ചോദിച്ചതിന് അതിൻ്റെ അർത്ഥം അപ്പോഴും അയാൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണല്ലോ. അപ്പോൾ അത് അങ്ങനെ ചോദ്യം ചോദിച്ച ഉടനെ അത് നിർത്തി ഇത് ഒക്കെ എടുത്ത് അകത്തോട്ടിട്ട് സിബൊക്കെ ഇട്ട് ചാടി എണീക്കുമ്പോൾ ആ കൈയുടെ ചലനങ്ങളൊക്കെ നമ്മൾ കാണണമല്ലോ ആ വീഡിയോയിൽ. അത്തരം കാര്യങ്ങളൊന്നും ആ വീഡിയോയിൽ കാണാത്തതുകൊണ്ട് ഈ പെൺകുട്ടി സ്വയം പ്രശസ്തിയാവുന്നതിന് വേണ്ടിയിട്ട് ഉന്നയിച്ച ആരോപണം എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. അപ്പം ഞാൻ അത്തരം ഒരു അനുകൂലമായ ഒരു നിലപാടാണ് അന്ന് സ്വീകരിച്ചത്. കാരണം വളരെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിൽ ഇതിനൊന്നും ക്ഷാമമില്ല. ഇപ്പോൾ കൂണുകൾ പോലെ മുളച്ചു പൊന്തിയിരിക്കുന്ന ഈ മസാജ് പാർലറുകളിലൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ പൊറുതി മുട്ടിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ അതിനൊക്കെ ശമനത്തിനൊക്കെ കേരളത്തിലും ഇന്ത്യക്കകത്തും പുറത്തുമെല്ലാം വഴികളുണ്ട്. അതുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ പിന്നീട് അയാളെ തൃശ്ശൂർ വെച്ചിട്ട് വീണ്ടും ഇതുപോലെ അറസ്റ്റ് ചെയ്തൊക്കെ ആയിട്ട് വാർത്ത വന്നപ്പോഴാണ് ഈ ആദ്യത്തെ വാർത്ത നമ്മൾ വിശ്വസിച്ചത്. അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് എക്സിബിഷനിസം എന്ന് പറയുന്ന ഒരു രോഗമാണ്. അതായത് ഇതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഒരു കുട്ടിയായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കൗമാര ദശയുടെ ആദ്യ ഘട്ടത്തിൽ ഏതെങ്കിലും യുവതി അല്ലെങ്കിൽ സ്ത്രീ ഇതൊന്ന് കാണണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ഇയാൾ അത് കാണിച്ചു കൊടുക്കുകയും അപ്പോൾ അവർ ഇയാളെ പ്രശംസിക്കുകയും ഇയാൾക്ക് ആദ്യത്തെ ലൈംഗികാനുഭവം ഉണ്ടാവുകയും ഒക്കെയാണ് സാധാരണ ഈ എക്സിബിഷനിസത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അവരുടെ ഈ കുഞ്ഞു മനസ്സിൽ ഇതങ്ങ് പതിയും. ഇത് പൊതുവെ സ്ത്രീകൾക്കൊക്കെ കാണാൻ താല്പര്യമുള്ള ഒരു സംഭവമാണ്. അവരിത് കണ്ടു കഴിഞ്ഞാൽ അവർ പ്രശംസിക്കും, നമുക്കും ഇതൊരു സുഖമുള്ള ഏർപ്പാടാണ്. അപ്പം ആ ഒരു ചിന്ത ഈ കുഞ്ഞു മനസ്സിലങ്ങ് പതിഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇയാളിത് 4 പേരെ കാണിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എടുത്ത് കാണിക്കുക എന്നല്ലാതെ ഒരു പക്ഷേ അവരെ ഇയാൾ ലൈംഗികമായിട്ട് ഉപദ്രവിക്കണമെന്നുമില്ല. ഇതൊന്ന് കാണിക്കണം, അതിലൂടെ ഒരു സംതൃപ്തിയാക്കി കിട്ടും. അതാണ് ഈ പലപ്പോഴും ഈ മദ്യപാനികൾ ഇപ്പം അങ്ങനെ കാണുന്നില്ല. ഇപ്പം എല്ലാവരും പാൻറ് ഷർട്ടും ധരിക്കുന്നുണ്ട്. പണ്ട് ഈ ആളുകൾ മുണ്ട് ഷർട്ടും ഒക്കെ ധരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മദ്യപിച്ച് അബോധാവസ്ഥയിൽ നിന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ റോഡിൽ കിടക്കും. അപ്പോൾ മിക്കവാറും ഒക്കെ ഈ പറഞ്ഞ മറച്ചു പിടിക്കേണ്ട കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് പ്രദർശിപ്പിച്ചുകൊണ്ടായിരിക്കും കിടക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും മദ്യപിച്ച് അബോധാവസ്ഥയിൽ കിടക്കുകയെന്ന്. ശരിക്കും അതെന്ന് പറഞ്ഞാൽ ഈ എക്സിബിഷനിസമാണ്. ഇത് 4 പേര് കണ്ടോട്ടെ. കാര്യം അവർക്ക് ഇതൊന്ന് ഇറക്കി വയ്ക്കാൻ, അവരുടെ മനസ്സിൻ്റെ ആ ഒരു വികാരം ഒന്ന് ഇറക്കി വയ്ക്കാൻ ഒരു എന്താ പറയുന്നത്, ഒരു മാർഗമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയെങ്കിലും അവർക്ക് കുറച്ച് സുഖം കിട്ടണം. അതിനുള്ള പിന്നെ ഒരു പരിപാടിയാണ്. അതിനെയാണ് എക്സിബിഷനിസം എന്ന് പറയുന്നത്. പിന്നെ ആളുകളൊക്കെ പാൻറ് ധരിക്കാൻ തുടങ്ങിയതിന് ശേഷം അത് വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ രാഷ്ട്രീയക്കാരൻ്റെ, ചെറുപ്പക്കാരനായ രാഷ്ട്രീയ നേതാവിൻ്റെ കാര്യത്തിൽ ഇത് ഇത്ര നിരുപദ്രവകരമായ ഒരു കാര്യമല്ല. ഇത് പിന്നെ അങ്ങേയറ്റം കടുത്ത ഒരു മാനസിക രോഗമാണ്. എങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വാർത്തകളെയൊക്കെ വിശ്വസിക്കാമെങ്കിൽ, ഇപ്പോൾ നമ്മളാരും ഇദ്ദേഹത്തെ ഒരുപക്ഷെ നേരിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവുകയില്ല, ഇയാളുടെ പശ്ചാത്തലം അറിയുകയില്ല. അപ്പം നമ്മളെല്ലാം വിശ്വസിക്കുന്നത് ഈ വാർത്തകളെയാണ്. അപ്പം വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ ഇത് ട്രീറ്റ്മെൻറ്റ് നൽകേണ്ടുന്ന ഒരു മാനസിക രോഗമാണ്. അല്ലാതെ ഇവരെ ഇനി ശിക്ഷിച്ച് ജയിലിൽ അടച്ചതുകൊണ്ട് മാത്രം ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ആകുന്നില്ല എന്നുള്ളത് പൊതുജന മധ്യത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്.